നമസ്കാരം. ഇതാദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന് പറ്റിയ ഒരു പിഴവ് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇറാനെതിരായിട്ടുള്ള ഒരു നീക്കം മൊസാദ് പറഞ്ഞതിന്റെ ഭാഗമായി നടത്തിയതാണ്. മൊസാദ് തെറ്റായ വിവരങ്ങളാണ് തന്നത്. മൊസാദ് പറഞ്ഞത് വിശ്വസിച്ച് ട്രംപും ഈ യുദ്ധത്തിലേക്ക് വന്നു, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്ക് കേട്ട്. ഇപ്പോൾ ട്രംപിന് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അമേരിക്ക ഏത് നിമിഷവും തലയൂരും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കരുതുന്നുണ്ട്. അങ്ങനെ ട്രംപ് തലയൂരിയാൽ ഇസ്രായേൽ പെട്ടുപോകും. ഇസ്രായേലിന് യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ കനത്ത തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൈനിക മേധാവി ഉൾപ്പെടെ ഇറാനാണ് ഇപ്പോൾ യുദ്ധം നിയന്ത്രിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷം രൂക്ഷമായ വിമർശനങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. മൊസാദ് പറഞ്ഞിരുന്നത് ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങും, അങ്ങനെ ഭരണകൂടത്തെ അട്ടിമറിക്കും, പിന്നീട് ഇസ്രായേലും അമേരിക്കയും ഒക്കെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പാവ ഭരണകൂടത്തെ ഇറാനിൽ കൊണ്ടുവരാൻ കഴിയും. ഇതൊക്കെയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതീക്ഷ. അത്തരത്തിലുള്ള പ്രതീക്ഷ നെതന്യാഹുവിനും അതുപോലെ തന്നെ ട്രംപിനും കൊടുത്തത് മൊസാദാണ്. ഇതാദ്യമായിട്ടാണ് മൊസാദിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, ഉള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ട്രംപും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്, എന്റെ താല്പര്യമല്ല, എല്ലാത്തിനും കാരണക്കാരൻ ഹെഗ്സെത്താണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പരസ്പരം അടിയാണ്. ട്രംപും ഹെഗ്സെത്തും തമ്മിലടി, മൊസാദും നെതന്യാഹുവും തമ്മിലടി. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയ ആളുകൾ. ഈ ഒരു സമയത്ത് തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ കൊന്നവർക്ക് മാപ്പില്ല, ഒരിക്കലും അവർ മാപ്പ് അർഹിക്കുന്നില്ല. അത്ര വലിയ ഭീകരമായിട്ടൊരു തെറ്റാണ് അവർ ചെയ്തത്. അവരെ ശിക്ഷിക്കുക തന്നെ വേണം, ഒരിക്കലും അവരെ വെറുതെ വിടാൻ കഴിയില്ല എന്നതാണ് ഇവിടെ അബ്ബാസ് അരാക്ചി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണം. ഇറാനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രമുണ്ട്, ഒരു കടക്ക് മുന്നിൽ വെച്ച ഒരു പോസ്റ്റർ. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ പോസ്റ്റർ വൈറലാണ്. ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരങ്ങളെ, നിങ്ങൾ പട്ടിണി കിടക്കരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം, കഴിക്കാം, യുദ്ധം അവസാനിച്ചതിന് ശേഷം നിങ്ങൾ ഈ പണം തന്നാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ അവിടുത്തെ സാധാരണക്കാർ പോലും ഭരണകൂടത്തിനൊപ്പമാണ്. യുദ്ധം അത് മുന്നോട്ട് പോകട്ടെ, ഒരിക്കലും ഇത്തരക്കാർക്ക് മുന്നിൽ അടിയറവ് പറയരുത്, അവരുമായി ചർച്ചയ്ക്ക് പോകരുത് എന്നതാണ് അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന, ഭരണകൂടത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ആ രാജ്യം തോൽക്കുന്നത്? ഒരിക്കലും അവർ തോൽക്കില്ല, അവർ അതിജീവിക്കും. അവർ ശക്തമായി തന്നെ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന ആ വിഭാഗത്തിന്റെ ആ ഒരു പിന്തുണയോടുകൂടി അവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം കൂടെ, അങ്ങേയറ്റം ഗുരുതരമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഏത് നിമിഷവും ഇറാന്റെ പക്കൽ ആണവായുധം എത്തിയേക്കാം എന്നുള്ളതിന്റെ ചില സൂചനകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അമേരിക്ക, ഇസ്രായേൽ പോലുള്ള വമ്പന്മാരുമായി മുട്ടി നിൽക്കണമെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ തീർച്ചയായും ആണവായുധം അത്യാവശ്യമാണ്. ഇവിടെ നയങ്ങളിൽ മാറ്റം വരുത്തണം എന്ന ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരിക്കലും ആണവായുധത്തിന് പുറകെ പോകില്ല, അത് ഞങ്ങളുടെ മത നിയമങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു രാജ്യത്തെ, ഒരു വിഭാഗത്തെ അങ്ങേയറ്റം അപകടമുണ്ടാക്കാൻ കഴിയുന്ന ആണവായുധത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ആണവായുധം കൈവശപ്പെടുത്താൻ പോകുന്നത് അത് ഇസ്രായേലും അമേരിക്കയും കാരണമാണ്. അവരാണ് ഇപ്പോൾ ഞങ്ങളെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ആയുധങ്ങൾക്ക് പുറകെ പോയിരുന്നില്ല എന്ന് ഇറാൻ പറയുന്നു. സത്യമാണത്. ഞങ്ങളെ ആണവ രാജ്യമാക്കിയത് അമേരിക്കയാണ്, ഇസ്രായേലാണ് എന്ന് ഇറാൻ പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ആണവായുധം അത് കുറച്ചുകൂടെ അതിന്റെ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇറാന്റെ അവസ്ഥയിലേക്ക് നമ്മളൊക്കെ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇറാനും ഇപ്പോൾ അത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
അതിന്റെ കാരണം ഇസ്രായേലും അമേരിക്കയുമാണ് എന്ന് ഇറാൻ പറഞ്ഞാൽ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും കാരണം അമേരിക്കയും ഇസ്രായേലുമാണ്. അവരെ വഴിതെറ്റിച്ചത് ഒരാൾ പറയുന്നു പീറ്റ് ഹെഗ്സെത്ത് ആണെന്ന്, മറ്റൊരാൾ പറയുന്നു മൊസാദ് ആണെന്ന്. എന്തായാലും തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.